സ്വാഗതം. PSC പരീക്ഷകളിൽ ഇംഗ്ലീഷിൽ നിന്ന് നമുക്ക് ഉറപ്പായിട്ട് 1 മാർക്കിന് ചോദിക്കുന്ന ഒരു ഭാഗമാണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. അപ്പോൾ 2023 നടന്ന ഏതാനും എക്സാമുകളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ടാഗുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എൻ്റെ ഒപ്പം തന്നെ ആൻസർ ചെയ്യാനായിട്ടൊന്ന് ശ്രമിക്കണം. ആദ്യത്തെ ചോദ്യം, ദ ബോയ് നെവർ ഡിഡ് ഹിസ് ഹോംവർക്ക്. ദ ബോയ് നെവർ ഡിഡ് ഹിസ് ഹോംവർക്ക്. ക്വസ്റ്റ്യൻ ടാഗ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് ആദ്യം വേണ്ടത് ഇവിടുത്തെ ഓക്സിലറി വെർബാണ് വേണ്ടത്. അപ്പൊ ഈ ക്വസ്റ്റിനകത്തെ വെർബ് ഏതാണ്? ഡിഡ് ആണ്. അപ്പൊ അത് നമ്മൾ ആദ്യം എഴുതുന്നു, ഡിഡ്. ഇനി വേണ്ടത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് നോക്കണം. ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്? നെഗറ്റീവ് ആണ്. എങ്ങനെ മനസ്സിലായി? നെവർ ഉണ്ട്. നെവർ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് വാക്കാണ്. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ എന്താണ്? നെഗറ്റീവ് ആണ്. അപ്പൊ ക്വസ്റ്റ്യൻ ടാഗ് ആൻസർ എന്ന് പറയുന്നത് എന്തായിട്ട് വരും? പോസിറ്റീവ് ആയിരിക്കണം. അപ്പൊ ഇവിടെ നമ്മൾ ഒന്നും ചെയ്യേണ്ട, ഡിഡ് എഴുതി. ഇനി ഇവിടെ സബ്ജക്റ്റ് ആരാണ്? ദ ബോയ് ആണ്. ബോയ് എന്ന് പറഞ്ഞാൽ നമ്മൾ അത് അവൻ എന്നല്ലേ പറയുന്നത്. അപ്പൊ ഡിഡ് ഹി എന്താണ് അവിടുത്തെ ആൻസർ? ദ ബോയ് നെവർ ഡിഡ് ഹിസ് ഹോംവർക്ക്. ആൻസർ എന്താണ്? ഡിഡ് ഹി. അടുത്ത ക്വസ്റ്റ്യൻ, മെഗല്ലൻ ജോയിൻഡ് ദ കോർട്ട് ഓഫ് ദ കിങ് ഓഫ് സ്പെയിൻ. മെഗല്ലൻ ജോയിൻഡ് ദ കോർട്ട് ഓഫ് ദ കിങ് ഓഫ് സ്പെയിൻ. ഇവിടുത്തെ വെർബ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ജോയിൻഡ്. ജോയിൻഡിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാവും? ഡിഡ് പ്ലസ് ജോയിൻ. ഡിഡ് പ്ലസ് ജോയിൻ ആണ് ജോയിൻഡ്. അപ്പൊ ഇവിടുത്തെ ഓക്സിലറി ഏതാണ്? ഡിഡ്. ഡിഡ് വന്നു. ഇനി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ എവിടെയും ഒരു നെഗറ്റീവ് ടച്ച് ഇല്ല. അതുകൊണ്ട് ക്വസ്റ്റ്യൻ പോസിറ്റീവ് ആണ്. അപ്പൊ ക്വസ്റ്റ്യൻ ടാഗ് എന്താകണം? നെഗറ്റീവ് ആകണം. നെഗറ്റീവ് ആവാനായിട്ട് നമ്മൾ ഇവിടെ നോട്ട് ചേർക്കുന്നു. അപ്പൊ ഡിഡിന്റെ. ഇനി മഗലൻ. മഗലൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹി. ഡിഡിന്റ് ഹി. മെഗലൻ ജോയിൻഡ് ദ കോർട്ട് ഓഫ് ദി കിങ് ഓഫ് സ്പെയിൻ. ആൻസർ എന്താണ്? ഡിഡിന്റ് ഹി. അടുത്ത ക്വസ്റ്റ്യൻ, ലെറ്റ്സ് ഗോ ഔട്ട് ഫോർ ഡിന്നർ. ലെറ്റ്സ് ഗോ ഔട്ട് ഫോർ ഡിന്നർ. ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏത് എക്സാം എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് ഈ ലെറ്റ്സ് വരുന്ന ഒരു ചോദ്യം കാണാനായിട്ട് പറ്റും ക്വസ്റ്റ്യൻ ടാഗിൽ നിന്ന്. അപ്പം ലെറ്റ്സ്, ലെറ്റ്സ്, ലെറ്റസ്, ഇതിലേത് വന്ന് തുടക്കത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ടാഗ് ആണെങ്കിൽ അതിന്റെ ആൻസർ എന്തായിരിക്കും? ഷാൾ ബി. എപ്പോഴും ആൻസർ ഇത് തന്നെയായിരിക്കും. ലെറ്റ്സ് ഗോ, ലെറ്റ്സ് വന്നു കഴിഞ്ഞാൽ എന്താണ്? ഷാൾ ബി. ലെറ്റ്സ്, ലെറ്റസ് വന്നു കഴിഞ്ഞാൽ ആൻസർ എപ്പോഴും ഷാൾ ബി. അത് പോസിറ്റീവും നെഗറ്റീവും നോക്കേണ്ട ആവശ്യമില്ല. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഷീ യൂസ്ഡ് ടു ഡാൻസ് വെൽ. ഇതും ഈ ലെറ്റ്സ് പറഞ്ഞതുപോലെ തന്നെയാണ്. യൂസ്ഡ് ടു ആണ് ഓക്സിലറി എങ്കിൽ, യൂസ്ഡ് ടു ആണ് ഓക്സിലറി എങ്കിൽ ടാഗ് എപ്പോഴും എന്തായിരിക്കും? ഡിഡിന്റ് ആയിരിക്കും. ഡിഡിന്റ്. യൂസ്ഡ് ടു ആണ് ഓക്സിലറി എങ്കിൽ ടാഗ് എപ്പോഴും ഡിഡിന്റ് ആയിരിക്കും. ഡിഡിന്റ് ഷീ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഷീ നെവർ സ്മൈൽസ്. ഷീ നെവർ സ്മൈൽസ്. ഇവിടെ ഓക്സിലറി എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്? സ്മൈൽസ്. ES വന്നുകൊണ്ട് എന്തായിരിക്കും? ഡസ് ആയിരിക്കും. ഡസ് പ്ലസ് സ്മൈൽ ആണ് സ്മൈൽസ്. അപ്പൊ ഓക്സിലറി ഏതാണ്? ഡസ്. ക്വസ്റ്റ്യൻ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? ക്വസ്റ്റ്യൻ എന്താണ്? നെഗറ്റീവ് ആണ്. നെവർ വന്നു, നെഗറ്റീവ് ആണ്. അപ്പം ടാഗ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. സബ്ജക്റ്റ് ഷീ. ഡസ് ഷീ. ഷീ നെവർ സ്മൈൽസ്. ആൻസർ എന്താണ്? ഡസ് ഷീ. അടുത്ത ക്വസ്റ്റ്യൻ, നോബഡി കെയിം. നോബഡി കെയിം. കെയിമിനെ സ്പ്ലിറ്റ് ചെയ്യുന്നു. ഡിഡ് പ്ലസ് കം. ഡിഡ് പ്ലസ് കം. ഡിഡ്. നോബഡി എന്ന് പറഞ്ഞാൽ ഒരു പ്ലൂറൽ ആണ്. പ്ലൂറൽ ആവുമ്പോൾ അതെപ്പോഴും എന്തായിരിക്കും? ദേ ആയിരിക്കും. കൂടാതെ നോബഡി എന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവ് ആണ്. അപ്പോൾ ഇവിടെ എന്ത് വരണം? ടാഗ് എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. സോ ഡിഡ് ദേ. അടുത്ത ക്വസ്റ്റ്യൻ, ലെറ്റ്സ് ഗോ ടു നൈറ്റ്. എല്ലാവരും ഇതിന്റെ ആൻസർ ഇപ്പോൾ എഴുതിയിട്ടുണ്ടായിരിക്കും. ലെറ്റ്സ് വന്നു. അപ്പൊ എന്താണ്? ഷാൾ ബി. അടുത്ത ക്വസ്റ്റ്യൻ, മൈ ഫാദർ റയർലി സ്മോക്ഡ് എ പൈപ്പ്. മൈ ഫാദർ റയർലി സ്മോക്ഡ് എ പൈപ്പ്. സ്മോക്ഡ് ED വന്നു. ഇപ്പൊ അറിയാം എന്താണ്? ഡിഡ് പ്ലസ് സ്മോക്ക് ആണ് സ്മോക്ഡ്. ഡിഡ് എഴുതി. ഇനി ഈ ക്വസ്റ്റ്യൻ എന്താണ്? ഇത് നെഗറ്റീവ് ആണ്. റയർലി, ഹാർഡ്ലി, റയർലി, ബെയർലി, സ്കേഴ്സ്ലി, സെൽഡം, ലിറ്റിൽ, നെവർ. ഇത്രയും വാക്കുകൾ ഒരു സെന്റൻസിൽ ഉണ്ടെങ്കിൽ ആ സെന്റൻസ് എന്താണ്? ഒരു നെഗറ്റീവ് സെന്റൻസ് ആയിരിക്കും. അപ്പൊ ടാഗ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഡിഡ്. ഇനി മൈ ഫാദർ എന്നുള്ളത് എന്താണ്? ഹി.
ഡിഡ് ഹി. അടുത്ത ക്വസ്റ്റ്യൻ, ഷീ ബെയർലി സ്പോക്ക് ടു രമേശ് ഡ്യൂറിംഗ് ലഞ്ച് ടൈം. ഷീ ബെയർലി സ്പോക്ക് ടു രമേശ് ഡ്യൂറിംഗ് ദ ലഞ്ച് ടൈം. ഇവിടെ എന്താണ്? സ്പോക്ക്, ഡിഡ് പ്ലസ് സ്പീക്ക്, സ്പോക്ക്. അപ്പൊ എന്തോന്നു? ഡിഡ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞൊരു വാക്ക് ഇതിലുണ്ട്, ബെയർലി. ബെയർലി വന്നാൽ എന്താണ്? നെഗറ്റീവ് ആണ്. സബ്ജക്റ്റ് ഷീ. നെഗറ്റീവ് ആയതുകൊണ്ട് ടാഗ് പോസിറ്റീവ് ആണ്. ആൻസർ ഡിഡ് ഷീ. അടുത്തത് ഡോണ്ട് ഷൗട്ട്. ഇതെന്താണ്? ഇതൊരു ഇമ്പരറ്റീവ് സെന്റൻസ് ആണ്. ഇമ്പരറ്റീവ് സെന്റൻസിൽ ഒരു സാധാരണ അപേക്ഷയാണെങ്കിൽ, ഡോണ്ട് ഷൗട്ട് എന്ന് പറഞ്ഞാൽ ഒച്ച ഉണ്ടാക്കരുത്, അതൊരു സാധാരണ അപേക്ഷയാണ്. സാധാരണ അപേക്ഷകൾക്ക് എന്താണ്? വില്യു ആണ്. സാധാരണ അപേക്ഷയാണെങ്കിൽ വില്യു ആയിരിക്കും ടാഗ്. ഇമ്പരറ്റീവ് സെന്റൻസിൽ സാധാരണ അപേക്ഷയാണെങ്കിൽ വില്യു ആയിരിക്കും ടാഗ്. കുറച്ച് അർജൻസി ആയിട്ട്, ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ, ബി കെയർഫുൾ വെൻ യു ക്രോസ് ദ റോഡ്. റോഡ് ക്രോസ് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. അങ്ങനെ കുറച്ച് തീവ്രമായിട്ട് പറയുന്ന അപേക്ഷയാണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് എപ്പോഴും വോണ്ട് യു ആയിരിക്കും. എന്തായിരിക്കും? വോണ്ട് യു. വോണ്ട് യു ആയിരിക്കും അർജൻസി ആയിട്ടുള്ള കാര്യങ്ങളിൽ. സാധാരണ ആണെങ്കിൽ വില്യു, അർജന്റ് ആണെങ്കിൽ വോണ്ട് യു. ഇതെല്ലാം ഇമ്പരറ്റീവ് സെന്റൻസിന്റെ കാര്യമാണ് പറയുന്നത്. ഇനി ഒരു അതൃപ്തി പറയുന്നത് അല്ലെങ്കിൽ ഒരാളെ കുറ്റപ്പെടുത്തുന്നതായിട്ടുള്ള ഇമ്പരറ്റീവ് ആണെങ്കിൽ, കുറച്ച് ദേഷ്യത്തോടെ പറയുന്നതാണെങ്കിൽ അത് എങ്ങനെയായിരിക്കും? അതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത് കാണ്ട് യു ആയിരിക്കും. കാണ്ട് യു, കാണ്ട് യു. അപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ബി പൊളൈറ്റ്, അപ്പം കാണ്ട് യു. യൂസ് യുവർ ഇന്റലിജൻസ്, അപ്പം എന്താണ്? കാണ്ട് യു. ഇതൊക്കെ കുറച്ച് അതൃപ്തിയോടെ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തി പറയുന്ന ആയതുകൊണ്ട് അതിന്റെ ആൻസർ എന്തായിരിക്കും? കാണ്ട് യു ആയിരിക്കും. ഇപ്പൊ ഈ ഇമ്പരറ്റീവ് സെന്റൻസ് എല്ലാവരും ഒന്ന് ഓർത്ത് വെക്കുന്നത് നല്ലതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ലെറ്റ് us ഹാവ് എ കപ്പ് ഓഫ് ടീ. ലെറ്റ് us വന്നു കഴിഞ്ഞാൽ എന്താണ് ആൻസർ? ഷാൾ വി. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇത് ശ്രദ്ധിച്ച് ചെയ്യാം. അടുത്തത്, they rarely speak English. They rarely speak English. Speak എന്താണ്? do പ്ലസ് സ്പീക്ക് ആണ് ഇവിടുത്തെ സ്പീക്ക് എന്ന് പറയാം. അപ്പൊ do. ഇനി ഇവിടെ എന്താണ്? റയർലി വന്നത് കൊണ്ട് ഈ സെന്റൻസ് എന്താണ്? നെഗറ്റീവ് ആണ്. അപ്പൊ ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. ഇനി ഇവിടെ ആരാണ്? സബ്ജക്റ്റ് എന്താണ്? they. do they. അടുത്ത ക്വസ്റ്റ്യൻ, ഐ ആം റോങ് ഇൻ ദിസ് കേസ്. ഐ ആം റോങ് ഇൻ ദിസ് കേസ്. ഈ ക്വസ്റ്റ്യൻ എന്താണ്? ഒരു പോസിറ്റീവ് ആണ്. അതുകൊണ്ട് ടാഗ് നെഗറ്റീവ് ആയിരിക്കണം. ഈ ഐ ആം വന്നു കഴിഞ്ഞാൽ നെഗറ്റീവ് ആക്കുമ്പോൾ എന്താകും? ആം എന്തായിട്ട് മാറും? ആറാകും. ആറിൻ്റെ എന്നാവും. ആമിൻ്റെ നമ്മൾ പറയില്ല, ആറിൻഡ് ഐ. അപ്പൊ ആം ആണ് ഓക്സിലറി വെർബ്. അതിനെ നമ്മൾ നെഗറ്റീവ് ആക്കുമ്പോൾ എന്താണ്? ആറിൻഡ് ഐ എന്ന് വരും. ഇനി ഇവിടെ ഐ ആം നോട്ട് റോങ് എന്നായിരുന്നെങ്കിൽ എന്തായിരിക്കും? ആം ഐ എന്നായിരിക്കും. അതായത് ക്വസ്റ്റ്യൻ നെഗറ്റീവ് ആണെങ്കിൽ ഐ ആം എന്നുള്ളതിന് പോസിറ്റീവ് ആക്കുമ്പോൾ ആം ഐ എന്നാകും. ക്വസ്റ്റ്യൻ പോസിറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ആകുമ്പോൾ ആമിൻ്റെ എന്ന് വരത്തില്ല, ആറിൻ്റെ എന്നായിരിക്കും വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഓപ്പൺ ദ വിൻഡോ. ഇതെന്താണ്? ഇതൊരു ഇമ്പരറ്റീവ് സെന്റൻസ് ആണ്. ഇതൊരു സാധാരണ അപേക്ഷയാണ്. ജനലൊന്ന് തുറക്കൂ എന്ന് പറയുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ ഇവിടെ എന്തായിരിക്കും? സാധാരണ അപേക്ഷയാണെങ്കിൽ ഇമ്പരറ്റീവ് സെന്റൻസ് ടാഗ് എന്തായിരിക്കും? വിൽ യു. ഓപ്പൺ ദ വിൻഡോ, വിൽ യു. അടുത്തത്, ഇറ്റ് വാസ് റെയിനിങ് ഹെവിലി. ഇറ്റ് വാസ് റെയിനിങ് ഹെവിലി. ഇവിടെ എന്താണ്? വാസ് ആണ് നമ്മുടെ ഓക്സിലറി വെർബ്. ഇറ്റ് എന്ന് പറയുന്നത് സിംഗുലർ ആണ്, അതുകൊണ്ട് നമുക്ക് ഇവിടെ വാസ് തന്നെ എഴുതാം. ഇനി ഇതൊരു പോസിറ്റീവ് സെന്റൻസ് ആണ്, അതിന് നമ്മൾ നെഗറ്റീവ് ആക്കുമ്പോൾ വാസിൻഡ്. സബ്ജക്റ്റ് എന്താണ്? ഇറ്റ്. വാസിൻഡ് ഇറ്റ്. ഇറ്റ് വാസ് റെയിനിങ് ഹെവിലി, വാസിൻഡ് ഇറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഗെറ്റ് ഔട്ട്. ഗെറ്റ് ഔട്ട്, കടക്കുപുറത്ത് എന്ന് പറയില്ലേ, അതെന്താണ്? ഇമ്പരറ്റീവ് സെന്റൻസിൽ കുറച്ച് ദേഷ്യത്തോടെ പറയുന്ന ഒരു വാക്കാണ് നമ്മൾ ഗെറ്റ് ഔട്ട്, അല്ലെ? അപ്പൊ ഈ കടക്കുപുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അവിടുത്തെ ടാഗ്? കാണ്ട് യു. അപ്പൊ ഗെറ്റ് ഔട്ട്, കാണ്ട് യു. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻസ്. എല്ലാവർക്കും ഇത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഇതുപോലത്തുള്ള ക്ലാസ് വേണമെങ്കിൽ കമന്റ് ചെയ്യുക. താങ്ക്